കേരളത്തിന്റെ ദാരിദ്ര്യത്തിൽ സർക്കാർ പഴിചാരിയത് മുഴുവൻ കേന്ദ്ര സർക്കാരിനെയായിരുന്നു. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതും കേന്ദ്രത്തിൽ നിന്നും കേരളത്തിന് ലഭിക്കേണ്ടുന്ന വിഹിതം ലഭിക്കാതെ വന്നതുമൊക്കെയാണ് കേരളത്തിന്റെ നിലവിലെ അവസ്ഥയ്ക്ക് കാരണമെന്നായിരുന്നു കേരളത്തിന്റെ അഭിപ്രായം. പോരാതെ പിണറായി വിജയൻ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ പ്രതിഷേധം നടത്തിയതുമെല്ലാം ചർച്ചയായിരുന്നു. പിണറായി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും ധൂർത്തും അഴിമതിയും മറച്ചുവെക്കാനായി കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നുവെന്ന പരാതിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും കേന്ദ്രത്തിനോട് ചോദിച്ച് എന്തെങ്കിലും തന്നാൽ വാങ്ങിക്കോളാൻ പറഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതി ഇപ്പോൾ. ശമ്പളം, പെൻഷൻ എന്നീ ദൈനംദിന ചിലവുകൾ കൈകാര്യം ചെയ്യാനായി കേന്ദ്രത്തിൽ കൈനീട്ടുന്ന സർക്കാരാണ് കേരളത്തിൻ്റേത്. സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമായി അടിയന്തരമായി കടമെടുക്കാനുള്ള അനുവാദമാണ് കേരളം ചോദിക്കുന്നത്. കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം പരിഗണിക്കേണ്ടത് സുപ്രീം കോടതി അല്ല എന്നും കേന്ദ്രവും കേരളവും തമ്മിൽ ആദ്യം ചർച്ച നടത്തണമെന്നുമാണ് സുപ്രീം കോടതി പറഞ്ഞത്. കേരള ധനമന്ത്രിയും കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയും ചർച്ച നടത്തട്ടെ എന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ചർച്ചകൾക്ക് കോടതി മധ്യസ്ഥത വഹിക്കുന്നത് അവസാനം മതിയെന്നും 2 മണിക്ക് 2 വിഭാഗവും നിലപാട് അറിയിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്ത് ചർച്ചയ്ക്കും തയ്യാറാണെന്നാണ് കേരളത്തിന്റെ മറുപടി. എന്നാൽ കേന്ദ്രം ഇതിന് മറുപടി നൽകിയിട്ടില്ല. കഴിഞ്ഞ വർഷം 23,000 കോടി രൂപയാണ് വായ്പാ പരിധി കേന്ദ്രം അനുവദിച്ചത്. അതിൽ നിന്ന് 8,000 കോടി കുറച്ച് ഈ സാമ്പത്തിക വർഷത്തിൽ ഈ വർഷം 15,390 കോടി രൂപയാണ് വായ്പാ പരിധി നിശ്ചയിച്ചത്. നിത്യചെലവിനായി ഇതിനോടകം 2,000 കോടി സംസ്ഥാനം വായ്പ എടുത്തിട്ടുണ്ട്. ഈ തുക കുറച്ചാൽ 12,390 കോടി മാത്രമേ ഈ വർഷം കടമെടുക്കാൻ കഴിയൂ. ഇതോടെ സാമൂഹ്യക്ഷേമ പെൻഷൻ അടക്കമുള്ളവ വിതരണം ചെയ്യുന്നത് വീണ്ടും താളം തെറ്റും. ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ഫണ്ട് അടിയന്തരമായി ലഭിച്ചില്ലെങ്കിൽ പ്രൊവിഡന്റ് ഫണ്ട് വിതരണം ഉൾപ്പെടെ പ്രതിസന്ധിയിലാകുമെന്നാണ് സംസ്ഥാനം സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമായി അടിയന്തരമായി കടമെടുക്കാനുള്ള അനുവാദവും കേരളം തേടി. തുടർന്നാണ് സംസ്ഥാന ധനകാര്യ സെക്രട്ടറിക്ക് കേന്ദ്ര ധനകാര്യമന്ത്രിയുമായി ഈ വിഷയം ചർച്ച ചെയ്തുകൂടെയെന്ന് കോടതി ആരാഞ്ഞത്. കേന്ദ്ര ധനമന്ത്രിക്ക് ഒറ്റയടിക്ക് തീരുമാനമെടുക്കാനാകില്ലെന്നും കേന്ദ്ര ധനവകുപ്പ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചന വേണമെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചു. അതേസമയം കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് പരാജയമായതിനാലാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതെന്നും അതുകൊണ്ട് ഹർജി തള്ളണമെന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. കേന്ദ്രം നൽകേണ്ട നികുതി വരുമാനവും GST നഷ്ടപരിഹാരവും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കുള്ള പണവും നൽകിയിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ ഊർജ്ജ മേഖലയിലേക്ക് 4,000 കോടി കഴിഞ്ഞ 2 സാമ്പത്തിക വർഷവും നൽകി. ഇതെല്ലാമായിട്ടും മോശം ധനകാര്യ മാനേജ്മെന്റ് കാരണം കടത്തിൽ നിന്ന് കടത്തിലേക്ക് നീങ്ങുന്നു. ഇതിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിന് മാത്രമാണെന്നും ധനകാര്യ മന്ത്രാലയം സുപ്രീം കോടതിയെ അറിയിച്ചു. എന്നാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്വയംഭരണത്തിൽ കേന്ദ്രം കടന്നു കയറുന്നുവെന്നാണ് കേരളത്തിന്റെ ആക്ഷേപം. അതേസമയം ധനകാര്യ കമ്മീഷനുകൾ ശുപാർശ ചെയ്തതിനേക്കാൾ തുക കേരളത്തിന് കൈമാറിയിട്ടുണ്ടെന്നാണ് കേന്ദ്രം സുപ്രീം കോടതിക്ക് കൈമാറിയ കുറിപ്പിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അർഹതപ്പെട്ട കേന്ദ്ര നികുതി, ധനക്കമ്മി ഗ്രാന്റുകൾ, കേന്ദ്ര പദ്ധതികളുടെ പണം എന്നിവ സംസ്ഥാനത്തിന് കൈമാറിയിട്ടുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ഉയർന്ന കടബാധ്യതയുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് കേരളം. 2018-19 സംസ്ഥാനത്തിന്റെ ആകെ വരുമാനത്തിന്റെ 31%-ലധികമായിരുന്നു കടം. 2021-22 ആയപ്പോൾ ഈ തുക 39%-ആയി ഉയർന്നു. ദേശീയ ശരാശരി 29.8% മാത്രമാണെന്നും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നികുതി പിരിവിലെ പരാജയവും കെടുകാര്യസ്ഥതയും ധൂർത്തും അഴിമതിയുമാണ് രൂക്ഷമായ ധനപ്രതിസന്ധിക്ക് കാരണം. 5 മാസമായി ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാത്ത സർക്കാരാണ് കേരളത്തിലുള്ളത്. ഈ സാഹചര്യത്തിൽ വീണ്ടും കടമെടുക്കണമെന്നാണ് സർക്കാർ പറയുന്നത്.